ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ മിക്ക അമ്മമാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കുഞ്ഞിന് കുടിക്കാൻ ആവശ്യത്തിനുള്ള പാലില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ പാലുണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെയും ഡൗട്ട്സ് ആയിരിക്കും, ഈ ഒരു പാല് മതിയാവോ, കുഞ്ഞിൻ്റെ വിശപ്പ് മാറുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പോകട്ടോ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, അതുപോലെ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ബർത്ത് വെയിറ്റ് ഉണ്ടല്ലോ, അത് ആ ഒരു ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒക്കെ തന്നെ കുറഞ്ഞു പോകും. അതായത് അവരുടെ ബർത്ത് വെയിറ്റിന്റെ ഒരു 10% കുറയും. അത് നോർമലായിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും കുറയുന്നതാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ അമ്മമാർക്ക് ആ ഒരു ടൈമിൽ പാലധികം ഉണ്ടാവുകയില്ല. നമുക്ക് ആകെ ഉണ്ടാകുന്ന ഒരു കൊളോസ്ട്രം ആണ്, അല്ലാണ്ട് നമുക്ക് നോർമൽ മിൽക്ക് സപ്ലൈ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ആ ടൈമിലാകുമ്പോൾ. അപ്പോൾ മിക്കവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം കുഞ്ഞാണെങ്കിൽ ആ ടൈമിൽ അധികം പാല് കുടിക്കാൻ വരികയില്ല. അത് കൂടുതലും മാക്സിമം ടൈമിൽ ഉറക്കമായിരിക്കും. ഒരു 3-4 പ്രാവശ്യമൊക്കെ പാല് കൂടി ഉണ്ടാവുള്ളൂ. അതാണെങ്കിൽ നമ്മുടെ പാലിൻ്റെ അളവ് വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ മിക്കവർക്കും ടെൻഷനാണ്, ഇതുകൊണ്ട് കുഞ്ഞിന് മതിയാവുമോ, കുഞ്ഞിന് വെയിറ്റ് ഇനി കുറഞ്ഞു പോവുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് 2 to 3 ഡേയ്സിൽ കുഞ്ഞിന് ഈ ഒരു കൊളോസ്ട്രം തന്നെ ധാരാളമാണ്. കാരണം അത് വളരെ ചെറിയ എമൗണ്ടിൽ ഉണ്ടെങ്കിൽ പോലും കുഞ്ഞിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും അത് മതിയാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 3 to 4 ഡേയ്സ് ഒക്കെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ നോർമൽ മിൽക്ക് സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലൊക്കെ വന്ന് കഴിയുമ്പോഴായിരിക്കും നോർമൽ മിൽക്ക് സപ്ലൈ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. കാരണം ആ ഒരു ടൈമിൽ നമുക്ക് ബ്രസ്റ്റിലൊക്കെ നല്ല പെയിൻ ഉണ്ടാവും, ഭയങ്കര ഡിസ്കംഫേർട്ട് ഉണ്ടാവും, പിന്നെ ബ്രസ്റ്റൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ ഉറങ്ങുന്ന ടൈമിലൊക്കെ ആണെങ്കിലും പാലൊക്കെ ലീക്ക് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുഞ്ഞ് കുടിച്ചു കഴിയുമ്പോൾ പിന്നെയും പാലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. പക്ഷെ ഈ ഒരു ഓവർഫ്ലോ എന്ന് പറയുന്നത് അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊരു ആദ്യത്തെ കുറച്ച് മാസങ്ങളിലൊക്കെ ഇത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് സപ്ലൈ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിനി ടെൻഷൻ അടിക്കേണ്ട, ആദ്യം കുറേ ഉണ്ടായല്ലോ ഇപ്പം അത്ര അധികം വരണില്ലല്ലോ എന്നൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ആദ്യം അറിയില്ലായിരുന്നു എത്രത്തോളം മിൽക്ക് വേണം, എത്രത്തോളം കുഞ്ഞിന് കുടിക്കണം എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുഞ്ഞ് കുടിച്ചാൽ യൂസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് തന്നെ മനസ്സിലാവും ഇത്രത്തോളം പാലുണ്ടാക്കിയാൽ മതി, അപ്പോൾ കുഞ്ഞ് അത്രയല്ലേ കുടിക്കുന്നുള്ളൂ, അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള പാലേ പിന്നീട് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മിൽക്ക് സപ്ലൈ പിന്നെ അങ്ങോട്ട് ഓവർഫ്ലോ ഒന്നും ഉണ്ടാവാണ്ട് നോർമലായിട്ട് പോകുന്നത്. അപ്പോൾ അതൊന്നും വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, പാലില്ലാത്തതുകൊണ്ടാണോ അങ്ങനെ ലീക്ക് ആവാത്തതെന്നൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നോർമലി അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ച് ആദ്യത്തെ ഒരു മോഷൻ പോകുന്നത് വെച്ചാൽ ഒരു ഡാർക്ക് ഗ്രീൻ കളർ, ആ ഒരു കളറിലൊക്കെ ആയിരിക്കും അവരുടെ മോഷൻ പോകുന്നത്. പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ ആ ഒരു മോഷൻ്റെ കളർ മാറിയിട്ട് ഒരു യെല്ലോ കളർ, ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ, ആ ഒരു കളറിലോട്ട് അത് ചേഞ്ച് ആവും. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു സൈനാണ്, ഫസ്റ്റ് സൈനാണ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ജനിച്ചിട്ട് ഒരു 14th ഡേ ഒക്കെ ആകുമ്പോൾ അവരുടെ വെയിറ്റ് എന്ന് വെച്ചാൽ അവരുടെ ബർത്ത് വെയിറ്റിനൊപ്പോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലൊക്കെ ആയിരിക്കണം. അപ്പോൾ ഒരു 14th ഡേ കഴിഞ്ഞിട്ടും അവർക്ക് അവരുടെ ഒരു ബർത്ത് വെയിറ്റ് റീഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം അവർക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കുടിക്കണില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളപ്പോൾ ആ ഒരു ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. കാരണം നമ്മുടെ ഒരു പാലിൽ നിന്ന് മാത്രമാണ് അവർക്ക് ആ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആവശ്യത്തിന് അവർ വെയിറ്റ് ഗെയിൻ ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പാലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ബേബി ഒരു 7 to 8 times ഒക്കെ ഒരു ഡേ യൂറിനേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ന്യൂ ബോൺ ബേബീസ് ഒക്കെ ആണെങ്കിൽ ഡെയിലി ഒരു 3 to 4 times ഒക്കെ മോഷനും പോകണം. അപ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ അങ്ങനെ ഡെയിലി മോഷൻ പോവില്ലായിരിക്കും. അവർക്ക് ചിലപ്പോൾ 3 to 4 days ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ മോഷൻ പോകുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ പാല് കുറഞ്ഞിട്ട് മാത്രം ആവണമെന്നില്ല, അതിന് വേറെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ ഒന്ന് കാണിച്ചേക്കാം. അതൊക്കെ നോർമലാണ്, മിക്ക കുട്ടികളും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡോക്ടറിനെ ഒന്ന് കാണിച്ചേക്കാം. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിടയ്ക്കിടയ്ക്ക് പാല് കുടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വലിയ കരച്ചിലും ബഹളം, അങ്ങനെ ആവശ്യമില്ലാണ്ട് കരച്ചിലും ബഹളമൊന്നും ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് അങ്ങനെ പെയിനോ ഡിസ്കംഫേർട്ടോ അങ്ങനെ ഒന്നും ഇല്ല, നല്ല ഈസി ആയിട്ട് അവരെ ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ
നമുക്ക് ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റ് എന്ന് വെച്ചാൽ ആ കൊടുക്കണതിന് തൊട്ട് മുന്നേ ആയിട്ട് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് കുഞ്ഞ് പാല് കുടിച്ച് കഴിയുമ്പോൾ ആ ബ്രസ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാലൊക്കെ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങൾ കരയുന്ന ടൈമിൽ നമ്മൾ അവരെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ ഒരു കരച്ചിലൊക്കെ മാറി അവർ ഭയങ്കര കാം ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പാല് കൊടുത്തു കഴിഞ്ഞിട്ടും അവർ പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പാലില്ലാത്തതുകൊണ്ടായിരിക്കും കുഞ്ഞുങ്ങൾ കരയുന്നത്. പക്ഷെ ആ ഒരു റീസൺ മാത്രം വെച്ചിട്ട് നമുക്കതൊന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേറെയും കാര്യങ്ങളൊക്കെ നോക്കാം. എന്താ പറയുക, കുഞ്ഞുങ്ങൾ യൂറിനേറ്റ് ചെയ്യുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു, പാല് കൊടുക്കുക, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാറുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടാത്തതുകൊണ്ടാണ് കരയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വല്ല വയറുവേദനയോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും കുഞ്ഞുങ്ങൾ കരയുന്നത്. പിന്നെ നോർമലി പാലൊക്കെ ആവശ്യത്തിന് കിട്ടുന്നുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കുടിക്കണേന് തന്നെ ഒരു രീതി ഉണ്ടാവും, ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ടാവും. അവർ ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ കുടിക്കും, വന്നിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് ഇങ്ങനെ അവർ പോസ് ചെയ്തിട്ട് സ്വാലോ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അവരത് ഇറക്കിയിട്ടാണ് അവർ പിന്നെ അടുത്ത് കുടിക്കണത്. അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ പാലുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതുപോലെ പാല് കുടിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് മതിയാകുമ്പോൾ അവർ തന്നെ തനിയെ വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വയറ് നിറഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നിപ്പിൾസ് അങ്ങനെ ഷേപ്പ് ഒന്നും മാറാണ്ട്, അതുപോലെ ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ചിലപ്പോൾ നിപ്പിൾസ് നമ്മൾ ആ പാല് കൊടുക്കുന്ന രീതിക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് അവരുടെ വായിൽ കൊടുക്കാണ്ട് ജസ്റ്റ് നിപ്പിൾസ് മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ക്രാക്ക് ആവാനും കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടാണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ കറക്റ്റായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടും പിന്നെയും നമുക്ക് പെയിനും അങ്ങനെ ഷേപ്പൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാലില്ലാത്തതുകൊണ്ടായിരിക്കും മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഓക്കെയാണ്, നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ചില ആൾക്കാരുണ്ടാവും, അവർക്ക് വന്നിട്ട് കുഞ്ഞൊന്ന് കരഞ്ഞാണ് അപ്പൊ പറയും അയ്യോ പാല് കിട്ടാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയാനായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ളവരൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു ധൈര്യം ഉണ്ടോ, ഒരു വിശ്വാസം ഉണ്ടോ കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് ഓക്കെ ആയിരിക്കും. അവർ പറയുന്നതൊന്നും ഒരു രീതിക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പാല് കിട്ടുന്നില്ല, കുഞ്ഞിന് ആവശ്യത്തിന് പാലില്ല എന്നൊരു തോന്നലാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സും, അതുപോലെ തന്നെ എന്തൊക്കെ ഫുഡ്സാണ് കഴിക്കേണ്ടത്, ഏതൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് ബ്രസ്റ്റ് മിൽക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് അടുത്ത വീഡിയോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് മിസ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറം ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.